വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചില പ്രധാനപ്പെട്ട സമ്മേളനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും. ഇത് നല്ല ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാന സമ്മേളനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക. ആദ്യം വർഷം, ദെൻ വേദി, അധ്യക്ഷൻ, പ്രത്യേകതകൾ, സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ. ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യത്തെ സമ്മേളനം നടന്ന വർഷം നമുക്കറിയാം 1885 ആണ്. ഈ സമ്മേളനം നടന്ന സ്ഥലം അല്ലെങ്കിൽ വേദിയാണ് ബോംബെ. നെക്സ്റ്റ് ഇതിന്റെ അധ്യക്ഷൻ WC ബാനർജി. ഓക്കെ, ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. ഒന്ന്, INCയുടെ ആദ്യത്തെ സമ്മേളനമാണ്. ഓക്കെ, ഓരോ പോയിന്റ് കൃത്യമായി മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുക. പങ്കെടുത്ത അംഗങ്ങൾ 72. ഓക്കെ, ദെൻ ആദ്യത്തെ സെക്രട്ടറി AO ഹ്യൂം ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം, ആദ്യത്തെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയങ്ങളുടെ എണ്ണം 9. ദെൻ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യം അയ്യർ. ക്ലിയർ? ദെൻ 2 തവണ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഈ WC ബാനർജി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുക. വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സമ്മേളനം വർഷം 1886. എവിടെയാണ് സമ്മേളനം നടന്നത്? കൽക്കട്ട അല്ലെങ്കിൽ കൊൽക്കത്ത, പശ്ചിമ ബംഗാൾ. അധ്യക്ഷൻ ദാദാഭായ് നവറോജി. 1886 കൽക്കട്ട, ദാദാഭായ് നവറോജി. സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ: INC പ്രസിഡന്റായ ആദ്യത്തെ പാഴ്സി മതക്കാരൻ, ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തി ആര്? ദാദാഭായ് നവറോജി. 2 തവണ പ്രസിഡന്റായ രണ്ടാമത്തെ വ്യക്തി, ആൻസർ ദാദാഭായ് നവറോജി. ഇവിടെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1886, 1886, 1893. ഓക്കെ, അപ്പോൾ ദാദാഭായ് നവറോജിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ നമ്മുടെ മൂന്നാമത്തെ സമ്മേളനത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. 1887. ഈ സമ്മേളനത്തിന്റെ വേദിയാണ് മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ, തമിഴ്നാട്. അധ്യക്ഷൻ ബദറുദ്ദീൻ തിയാബ്ജി. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ്. ദെൻ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മേളനമാണ് മൂന്നാമത്തെ സമ്മേളനം. പങ്കെടുത്ത അംഗങ്ങൾ 607. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രത്യേകതകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. 1888 സമ്മേളനം നടന്നത് അലഹബാദ്. എവിടെയാ? ഉത്തർപ്രദേശ്. അധ്യക്ഷൻ ജോർജ് യൂൾ. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, ജോർജ് യൂൾ എന്താണ് പ്രത്യേകത? INC പ്രസിഡന്റായ ആദ്യത്തെ വിദേശി. ഓക്കെ, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത സമ്മേളനം 1889 ബോംബെയിലാണ് സമ്മേളനം നടന്നത്. ബോംബെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് വില്യം വെഡർബൺ. പ്രത്യേകത എന്താണ്? INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി. ആദ്യത്തെ വിദേശി ആര്? ജോർജ് യൂൾ. രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബൺ. 2 തവണ പ്രസിഡന്റായ ആദ്യത്തെ വിദേശിയാണ് ആരാണ്? വില്യം വെഡർബൺ. വർഷം 1889, 1910. ഓക്കെ, ദെൻ 1890 സമ്മേളനം നടന്നത് കൽക്കട്ട. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഫിറോസ് ഷാ മേത്ത. 1890 കൽക്കട്ട, ഫിറോസ് ഷാ മേത്ത. പ്രത്യേകത, INCയുടെ രണ്ടാമത്തെ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ്. അപ്പോ ക്വസ്റ്റ്യൻ, ആദ്യത്തെ പാഴ്സി മതക്കാരനായ പ്രസിഡന്റ് ആര്?
ആൻസർ ദാദാഭായ് നവറോജി. ഇവിടെ രണ്ടാമത്തെ പാഴ്സി മതക്കാരനെ പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്ത. ക്ലിയർ. ദെൻ 1891 സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ്. നാഗ്പൂർ എവിടെ? മഹാരാഷ്ട്രയിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പി ആനന്ദചാർലു. പ്രത്യേകത നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യക്കാരനായ ആദ്യത്തെ പ്രസിഡന്റ്, INCയുടെ പ്രസിഡന്റായ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരൻ. ദെൻ ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, മാർക്ക് ചെയ്ത് പഠിക്കുക. നാഷണൽ എന്ന പദം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. മനസ്സിലായോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നാഷണൽ എന്ന പേര് ലഭിച്ചത് വർഷം ഏതാണ്? 1891. സമ്മേളനം നടന്നത് നാഗ്പൂർ. അധ്യക്ഷൻ പി ആനന്ദചാർലു. ദെൻ 1894 ഞാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമാണ്. നിങ്ങളിത് പക്കാ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. 1894 സമ്മേളനം നടന്നത് മദ്രാസ്, തമിഴ്നാട്. അധ്യക്ഷൻ ആൽഫ്രഡ് വെബ്. പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെ പ്രത്യേകത മനസ്സിലാവും. INC പ്രസിഡന്റ് ആയ മൂന്നാമത്തെ വിദേശി. ആദ്യത്തെ വിദേശി ആര്? ജോർജ് യൂൾ. രണ്ടാമത്തെ വിദേശി ആര്? വില്യം വെഡർബൺ. മൂന്നാമത്തെ വിദേശി ആര്? ആൽഫ്രഡ് വെബ്. ദെൻ 1896 സമ്മേളനം നടന്നത് കൽക്കട്ട. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റഹമത്തുള്ള സയാനി. കൃത്യമായി ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് സമ്മേളനമാണ്. 1896 കൽക്കട്ട, റഹമത്തുള്ള സയാനി. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, വന്ദേമാതരം ആദ്യമായി ആലപിച്ചു. വന്ദേമാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896. ആരാണ് വന്ദേമാതരം ആദ്യമായി അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ആലപിച്ചത്? രവീന്ദ്രനാഥ ടാഗോറാണ്. 1897 സമ്മേളനം നടന്നത് അമരാവതി. അമരാവതി സമ്മേളനം എവിടെയാണ് നടന്നത്? മഹാരാഷ്ട്രയിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് സി ശങ്കരൻ നായർ. ഓക്കെ, അപ്പോ സി ശങ്കരൻ നായർ അധ്യക്ഷനായത് അമരാവതിയാണ്. അമരാവതി സമ്മേളനം നടന്ന വർഷം 1897. പ്രത്യേകത, INC പ്രസിഡന്റായ ആദ്യത്തെ മലയാളി ആര്? സി ശങ്കരൻ നായർ. ക്ലിയർ അല്ലേ? ദെൻ ശ്രദ്ധിച്ചേ, 1899 സമ്മേളനം നടന്നത് ലക്നൌവിലാണ്. ലക്നൗ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് രമേശ് ചന്ദർ ദത്ത്. രമേശ് ചന്ദർ ദത്ത് 1899 INC പ്രസിഡന്റായി. പ്രത്യേകത, INCക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യത്തെ സമ്മേളനം. INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ആദ്യത്തെ സമ്മേളനമാണ് 1899 സമ്മേളനം. 1901 ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചേ, കൽക്കട്ടയിലാണ് സമ്മേളനം. അധ്യക്ഷൻ ദിൻഷാ ഇ വാച്ച. ദിൻഷാ ഇ വാച്ച സമ്മേളനം. ഓക്കെ, ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം. വർഷം 1901. ഓക്കെ, സമ്മേളനം നടന്നത് കൽക്കട്ടയിലാണ്. അധ്യക്ഷൻ ദിൻഷാ ഇ വാച്ച. ദെൻ 1904 ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോ. അധ്യക്ഷൻ സമ്മേളനം നടന്നത് ബോംബെയിലാണ്. ഇതിന്റെ അധ്യക്ഷൻ ഹെൻറി കോട്ടൺ ആണ്. ഹെൻറി കോട്ടൺ. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി ആര്? ഹെൻറി കോട്ടൺ. ഓക്കെ, അപ്പോ 904 ബോംബെ സമ്മേളനം, അധ്യക്ഷൻ ഹെൻറി കോട്ടൺ, INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി. ദെൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം, ശ്രദ്ധിച്ചേ. 1905 സമ്മേളനം നടന്നത് ബനാറസ്. ഈ സമ്മേളനത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, നോക്കി വെച്ചോണം. ബനാറസ് ആണ് സമ്മേളനം. അതിന്റെ ബനാറസ് എവിടെയാണ്? ഉത്തർപ്രദേശ് ആണ്. അധ്യക്ഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. എന്താണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത? സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനമാണ് 1905 ബനാറസ് സമ്മേളനം. ഓക്കെ, എന്താണ് ഉയർത്തിയത്? സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തി. തീർന്നില്ല. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മറക്കല്ലേ. ദെൻ 1906
ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോണം. ഓക്കെ, സമ്മേളനം കൽക്കട്ടയാണ്. അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. പ്രത്യേകത ശ്രദ്ധിച്ചേ, സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം ഏതാണ്? 906 കൽക്കട്ട സമ്മേളനം, ദാദാഭായ് നവറോജി. ദെൻ 907 ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോ. 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് സൂററ്റ് ആണ്. സൂററ്റ് എവിടെയാ? ഗുജറാത്തിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് റാഷ് ബിഹാരി ഘോഷ്. ഓക്കെ, ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. സൂററ്റ് സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ്? ഓക്കെ, സൂററ്റ് വിഭജനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞത് 907 ഗുജറാത്തിൽ നടന്ന സൂററ്റ് സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് റാഷ് ബിഹാരി ഘോഷ്. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചേ, വീണ്ടും ചില സമ്മേളനങ്ങളിലേക്ക് പോകാം. 1908 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന മദ്രാസ്. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ് ആണ്. ഓക്കെ, ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതയാണ് കോൺഗ്രസിന്റെ ഭരണഘടന എന്ത് ചെയ്തു? രൂപീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ച സമ്മേളനമാണ് 1908 ഏത് സമ്മേളനമാണ്? മദ്രാസ് സമ്മേളനം. അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ ശ്രദ്ധിച്ചേ, 1909 സമ്മേളനം നടന്നത് ലാഹോറിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. ഇതിന്റെ പ്രത്യേകതയാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വന്നു. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട് അല്ലെങ്കിൽ മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു മദൻ മോഹൻ മാളവ്യ. 1911 ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. കൽക്കട്ട സമ്മേളനമാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് BN ധർ. ഓക്കെ, BN ധർ INCയുടെ പ്രസിഡന്റ് ആയത് 1911 പ്രത്യേകത, ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനമാണ് 1911 ഏത് സമ്മേളനം? കൽക്കട്ട സമ്മേളനം. ഇത് ആലപിച്ചത് സരള ദേവി ചൗധറാണി. പേര് ഒരിക്കൽ കൂടെ, സരള ദേവി ചൗധറാണിയാണ് എന്ത് ചെയ്തത്? നമ്മുടെ ജനഗണമന ആദ്യമായി ആലപിച്ചത്. സമ്മേളനം കൽക്കട്ട, വർഷം 11, അധ്യക്ഷൻ BN ധർ. ദെൻ 1912 സമ്മേളനം നടന്നത് ബങ്കിപ്പൂർ ആണ്. ബങ്കിപ്പൂർ സമ്മേളനം നടന്ന സംസ്ഥാനമാണ് ബീഹാർ. ഇതിന്റെ അധ്യക്ഷനാണ് RN മധോൽക്കർ. ആരാണ്? പേര് RN മധോൽക്കർ. ഇതിന്റെ പ്രത്യേകത, ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനം. അപ്പോൾ മഹാത്മാഗാന്ധി പങ്കെടുത്ത ആദ്യത്തെ സമ്മേളനം ഏതാണ്? 1901 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? ദിൻഷാ ഇ വാച്ച. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത INC സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം. അധ്യക്ഷൻ RN മധോൽക്കർ. ദെൻ 1916 ഈ 16 INC സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ലക്നൗ, അത് നടന്നത് ഉത്തർപ്രദേശിലാണ്. അധ്യക്ഷൻ AC മജുംദാർ. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. ഇവർ മിതവാദികളും തീവ്രവാദികളും സെപ്പറേറ്റ് ആയത് 907 ദെൻ ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. ഓക്കെ, ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനം 901, ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത സമ്മേളനം 912. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് 916 ലക്നൗ സമ്മേളനമാണ്. INCയും മുസ്ലിം ലീഗും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കാരണമായ സമ്മേളനമാണ് 16 ലക്നൗ സമ്മേളനം. അങ്ങനെ ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടി ഒപ്പുവെച്ചത് തിലകും മുഹമ്മദ് അലി ജിന്നയും തമ്മിലാണ്. ഓക്കെ, അപ്പോ മനസ്സിലാക്കുക, 1916 INC സമ്മേളനത്തിന്റെ പ്രത്യേകതകൾ. ഒന്ന്, ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ഒന്നിച്ച് നീതു കണ്ടുമുട്ടി, ആദ്യമായി കണ്ടുമുട്ടി. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു. INC മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിന് കാരണമായ ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി. വർഷം 916 ഒപ്പുവെച്ചത് ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും തമ്മിലാണ്. 1917 സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. സമ്മേളനം നടന്നത് കൽക്കട്ട. ഇതിന്റെ അധ്യക്ഷനാണ് ആനി ബസന്റ്. പ്രത്യേകത, INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. ആരാണ് INCയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? ആനി ബസന്റ്. ഏത് വർഷത്തിലാണ് പ്രസിഡന്റ് ആയത്?
17 അതിന്റെ അധ്യക്ഷൻ മീൻസ് അതിന്റെ സ്ഥലം എവിടെയാണ്? കൽക്കട്ടയാണ്. ദെൻ 1919 സമ്മേളനം നടന്നത് അമൃത്സറിലാണ്. അമൃത്സർ സമ്മേളനം നടന്നത് പഞ്ചാബിലാണ്. ഇതിന്റെ അധ്യക്ഷനാണ് മോത്തിലാൽ നെഹ്റു. ഓക്കെ, പ്രത്യേകത ശ്രദ്ധിച്ചേ, നന്നായി ശ്രദ്ധിച്ചേ. ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം എന്ത് ചെയ്തു? പാസാക്കി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നുള്ള സംഭവം നടന്നു. ഇതിനെതിരെയുള്ള പ്രമേയം പാസാക്കിയത് 1919 അമൃത്സർ സമ്മേളനം. അമൃത്സർ എവിടെയാ? പഞ്ചാബ്. ഇതിന്റെ അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു. 1920 കൽക്കട്ട സമ്മേളനം. ഇതൊരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. അപ്പോ ശ്രദ്ധിക്കുക, അധ്യക്ഷൻ ലാലാ ലജ്പത് റായ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത് ഏത് സമ്മേളനത്തിലാണ്? 1920 കൽക്കട്ട സമ്മേളനം. അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. പ്രത്യേകത, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെച്ചോളാം കേട്ടോ. ദെൻ 1920 മറ്റൊരു സമ്മേളനം നടന്നു. അപ്പൊ 20 2 സമ്മേളനം നടന്നു. ഒന്ന് സ്പെഷ്യൽ സമ്മേളനം, ഒന്ന് സാധാരണ സമ്മേളനം. സ്പെഷ്യൽ സമ്മേളനം നടന്നത് കൽക്കട്ട, അതിന്റെ അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. യഥാർത്ഥ സമ്മേളനം നടന്നത് നാഗ്പൂർ ആണ്. അധ്യക്ഷൻ സി വിജയ രാഘവ് ആചാര്യ. പേര് ഒരിക്കൽ കൂടെ, സി വിജയ രാഘവ് ആചാര്യ. പ്രത്യേകത, നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കി. ഓക്കെ, അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അവതരിപ്പിച്ച വർഷം 1920. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം അംഗീകരിച്ചത് അല്ലെങ്കിൽ പാസാക്കിയത് 1920. പക്ഷേ ഇതിന് രണ്ടിനും വ്യത്യാസമുണ്ട്. ഈ പ്രമേയം അവതരിപ്പിച്ചത് 20 സ്പെഷ്യൽ സമ്മേളനം കൽക്കട്ട, അധ്യക്ഷൻ ലാലാ ലജ്പത് റായ്. എന്നാൽ ഈ പ്രമേയം പാസാക്കിയത് 20 നാഗ്പൂർ സമ്മേളനം, അധ്യക്ഷൻ സി വിജയ രാഘവാചാര്യ. ദെൻ 1921 അഹമ്മദാബാദ് സമ്മേളനം നടന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദ്, അധ്യക്ഷൻ CR ദാസ്. പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചോണം, പഠിച്ചോണം. നോക്കിയേ, CR ദാസിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഹക്കിം അജ്മൽ ഖാൻ അധ്യക്ഷൻ ആയി. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ് ഹക്കിം അജ്മൽ ഖാൻ. എന്തുകൊണ്ട് ആക്ടിംഗ് പ്രസിഡന്റ് ആയി എന്ന് പറഞ്ഞു. ഓക്കെ, ഓർമ്മിക്കുക. അപ്പോ INCയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കിം അജ്മൽ ഖാൻ ആയത് ഏത് വർഷത്തിലാ? 1921 അഹമ്മദാബാദ് സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ ആക്ച്വലി CR ദാസ് ആണ്. പക്ഷെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണ്? നമ്മുടെ ഹക്കിം അജ്മൽ ഖാൻ. ദെൻ 1922 സമ്മേളനം നടന്നത് ഗയ ആണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് CR ദാസ്. ഓക്കെ, ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചത് 1922 ഫെബ്രുവരി 12 അല്ലെ? 1922 ഫെബ്രുവരി 5 ചൗരി ചൗര എന്ന സംഭവം നടന്നു. ഈ സംഭവത്തെ തുടർന്ന് ഫെബ്രുവരി 12 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അങ്ങനെ പിൻവലിച്ചത് കൊണ്ട് 22 INC സമ്മേളനത്തിൽ വെച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോ 22 സമ്മേളനം നടന്ന എവിടെയാ? ഗയ, അധ്യക്ഷൻ CR ദാസ്. ദെൻ 23 കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിച്ചു വെക്കുക. അധ്യക്ഷൻ സമ്മേളനം നടന്നത് കാക്കിനട എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ഇതിന്റെ അധ്യക്ഷനാണ് മൗലാന മുഹമ്മദ് അലി. പ്രസിഡന്റ് പേരെന്താണ്? മൗലാന മുഹമ്മദ് അലി. ഈ മൗലാന മുഹമ്മദ് അധ്യക്ഷനായ ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. അപ്പോ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചതാരും TK മാധവൻ. ഈ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പോ ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയത് ആരാണ് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ആരാണ്? TK മാധവൻ. സമ്മേളനം 1923 കാക്കിനട. ഈ സമ്മേളനം നടന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. അധ്യക്ഷൻ മൗലാന മുഹമ്മദ് അലി. ദെൻ 1923 ഡൽഹിയിൽ ഒരു പ്രത്യേക സമ്മേളനം നടന്നു.
ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത INC പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ക്ലിയർ ആണോ? ഓക്കെ, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, ഭംഗിയായി പഠിക്കുക. ഓക്കെ, 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് ബെൽഗാമിലാണ്. ബെൽഗാം ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മഹാത്മാഗാന്ധി. സോ നന്നായിട്ട് ഈ സമ്മേളനം ഒന്ന് പഠിച്ചു വെക്കുക. 1924 കർണാടകയിലെ ബെൽഗാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മഹാത്മാഗാന്ധി. ഓക്കെ, ഇതിന്റെ പ്രത്യേകത മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനമാണ്. ഏതാണ്? 1924. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചേ, 1925 സമ്മേളനം നടന്നത് കാൺപൂരിലാണ്. അധ്യക്ഷൻ ആരാണ്? അധ്യക്ഷൻ സരോജിനി നായിഡു. കാൺപൂർ സമ്മേളനം നടന്നത് ഉത്തർപ്രദേശിലാണ്. ഓർമ്മിച്ചു വെക്കുക. 25 അധ്യക്ഷൻ ആരാണ്? നമ്മുടെ സരോജിനി നായിഡു. സമ്മേളനത്തിന്റെ പ്രത്യേകത INC പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത, INCയുടെ പ്രസിഡന്റായ രണ്ടാമത്തെ വനിത, ആൻഡ് INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. മനസ്സിലാക്കുക, നന്നായി മനസ്സിലാക്കുക. 24 INC സമ്മേളനം നടന്ന ബെൽഗാം, അധ്യക്ഷൻ മഹാത്മാഗാന്ധി, ഗാന്ധിജി പ്രസിഡന്റായ ആദ്യത്തെ സമ്മേളനം അല്ലെങ്കിൽ ഒരേ ഒരു സമ്മേളനം. 25 കാൺപൂർ സമ്മേളനമാണ്. അധ്യക്ഷൻ സരോജിനി നായിഡു, INC പ്രസിഡന്റായ ആദ്യ വനിത, INC പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത, ആൻഡ് INC പ്രസിഡന്റായ രണ്ടാമത്തെ വനിത. ദെൻ ഹിന്ദിയെ INCയുടെ ഔദ്യോഗിക ഭാഷയായി സെലക്ട് ചെയ്തു. 1927 നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നു. എന്താണ്? സൈമൺ കമ്മീഷൻ. 27 സമ്മേളനം നടന്നത് മദ്രാസിലാണ്. ഈ മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് MA അൻസാരി. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസ്സാക്കപ്പെട്ടു. ഏത് വർഷത്തിലാണ്? 1927 സമ്മേളനം നടന്നത് മദ്രാസിലാണ്. ദെൻ 1929 സമ്മേളനം നടന്നത് പാകിസ്ഥാനിലെ ലാഹോറിലാണ്, ഇന്നത്തെ പാകിസ്ഥാനാണ്. ദെൻ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഈ സമ്മേളനത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്, ശ്രദ്ധിച്ചേ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു ആണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യത്തെ സമ്മേളനം. നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് 29 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ദെൻ 1931 സമ്മേളനം നടന്ന കറാച്ചി. ഇന്ന് എവിടെയാണത്? പാകിസ്ഥാനിലാണ്. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ചു. എന്തൊക്കെ അവതരിപ്പിച്ചു? മൗലിക അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും അവതരിപ്പിച്ച സമ്മേളനം 31 കറാച്ചി സമ്മേളനം. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. 1933 INC സമ്മേളനം നടന്ന കൽക്കട്ട. അതിന്റെ അധ്യക്ഷനാണ് നെൽസൺ ഗുപ്ത. പ്രത്യേകത ആദ്യത്തെ വനിത നമുക്കറിയാം. ആര്? ആദ്യത്തെ വനിതയാണ് ആനി ബസന്റ്. രണ്ടാമത്തെ വനിത സരോജിനി നായിഡു. മൂന്നാമത്തെ വനിതയാണ് നെൽസൺ ഗുപ്ത. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശ വനിത. രണ്ടാമത്തെ വിദേശ വനിതയാണ് നെൽസൺ ഗുപ്ത. ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സമ്മേളനമാണ് ഏതാണ്? ഈ 33 കൊൽക്കത്ത സമ്മേളനം. 1934 സമ്മേളനം നടന്ന ബോംബെ. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സോഷ്യലിസ്റ്റ് പാർട്ടി, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനമാണ് 1934 സമ്മേളനം നടന്നത് എവിടെ? ബോംബെയിലാണ്. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. INC പ്രസിഡന്റ് ആയ ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഒരിക്കൽ കൂടെ പോയിന്റ്, INC പ്രസിഡന്റ് ആയ ശേഷം ഇന്ത്യയുടെ പ്രസിഡന്റായ ആദ്യത്തെ വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ദെൻ 1935 സമ്മേളനം നടന്ന ബോംബെ. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി ഈ ഒരു ആവശ്യം ചർച്ച ചെയ്ത സമ്മേളനമാണ് 35 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1937 സമ്മേളനം നടന്നത് ഫൈസ്പൂർ ആണ്. ഫൈസ്പൂർ ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു.
പ്രത്യേകത ഇങ്ങനെയാണ്, ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യത്തെ INC സമ്മേളനമാണ് ഏത്? ഫൈസ്പൂർ സമ്മേളനം 37-ലാണ്. ദെൻ INC ഔദ്യോഗികമായി ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്, ഒരിക്കൽ കൂടെ പോയിന്റ്, INC ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത് ഏത് വർഷത്തിലാണ്? 37-ലാണ് സമ്മേളനം നടന്ന ഫൈസ്പൂർ, മഹാരാഷ്ട്ര. അധ്യക്ഷനാര്? ജവഹർലാൽ നെഹ്റു. 1938 ഹരിപുര സമ്മേളനം. ഹരിപുര സമ്മേളനം നടന്നത് എവിടെയാ? ഗുജറാത്തിലാണ്. ഓക്കെ, അതിന്റെ അധ്യക്ഷനാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. പ്രത്യേകത, സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ ആദ്യത്തെ സമ്മേളനമാണ് ഹരിപുര സമ്മേളനം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഹരിപുര ഏത് സംസ്ഥാനത്താണ്? ഓക്കെ, സംസ്ഥാനം ഗുജറാത്ത്. വർഷം 1938. ദെൻ 1939 ത്രിപുരി സമ്മേളനം. ത്രിപുരി ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ് ആണ്. അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ്. പ്രത്യേകതകൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി മത്സരം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ 1939 ത്രിപുരി സമ്മേളനമാണ്. ആരാണ് അധ്യക്ഷൻ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. മറ്റൊരു പ്രത്യേകത, സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റായി. തിരഞ്ഞെടുപ്പിൽ ഈ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ചത് പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയും സുഭാഷ് ചന്ദ്രബോസും തമ്മിലാണ് 1939 ത്രിപുരി സമ്മേളനത്തിൽ മത്സരമുണ്ടായത്. ഇതിൽ വിജയിച്ചതാരാണ്? സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, ത്രിപുരി സമ്മേളനം നടന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. അധ്യക്ഷൻ ആരാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. ദെൻ 1942 സമ്മേളനം ബോംബെ. ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിച്ചു വെക്കുക. മൗലാന അബുൽ കലാം ആസാദ് ആണ് ഈ സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. ഓക്കെ, ഇതിന്റെ പ്രത്യേകത, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചത് 1942. ഈ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച സമയത്ത് INC സമ്മേളനം നടന്ന ബോംബെ. ആരാണ് ഇതിന്റെ അധ്യക്ഷൻ? മൗലാന അബുൽ കലാം ആസാദ്. 1946 സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേ. മീററ്റ്. അധ്യക്ഷൻ JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് നടന്ന INC സമ്മേളനമാണ് മീററ്റ് സമ്മേളനം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? നമ്മുടെ JB കൃപലാനി. 1947 എന്ത് നടന്നില്ല? INC സമ്മേളനം നടന്നില്ല. അപ്പോൾ 1946 പ്രസിഡന്റ് തന്നെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും. അപ്പോൾ ആരാണ്? JB കൃപലാനി. ദെൻ 1948 ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിച്ചു വെക്കുക. ജയ്പൂർ സമ്മേളനമാണ്. ജയ്പൂർ എവിടെയാണ്? രാജസ്ഥാനാണ്. ഇതിന്റെ അധ്യക്ഷനാണ് പട്ടാഭി സീതാരാമയ്യ. എന്താണ് ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത? സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ INC സമ്മേളനം. ഏതാണ് സമ്മേളനം? 1948. എവിടെ നടന്നു സമ്മേളനം? ജയ്പൂർ, രാജസ്ഥാനിലാണ്. അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. ദെൻ ശ്രദ്ധിച്ചേ, 1950 സമ്മേളനം നടന്നത് നാസിക്കിലാണ്. നാസിക്. ഓക്കെ, നാസിക് എവിടെയാ? മഹാരാഷ്ട്ര. ദെൻ അധ്യക്ഷൻ പുരുഷോത്തം ദാസ് ടണ്ടനാണ്. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത, 1950 ഇന്ത്യ എന്തായിട്ട് മാറിയത്? റിപ്പബ്ലിക് ആയത്. ശ്രദ്ധിച്ചേ, ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആരാണ്? പുരുഷോത്തം ദാസ് ടണ്ടൻ. ഓക്കെ, ഇദ്ദേഹം ഏത് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയി? 50 നാസിക് സമ്മേളനം. 55 ഇമ്പോർട്ടന്റ് ആണ്, നന്നായി പഠിച്ചു വെക്കുക. ചോദിച്ചിട്ടുള്ളതാണ്. ആവടി സമ്മേളനം. ആവടി എവിടെയാ? തമിഴ്നാടാണ്. അധ്യക്ഷൻ UN ദബ്ബാർ. ഓക്കെ, പ്രത്യേകത ശ്രദ്ധിച്ചേ. ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഭരണഘടന അല്ലെങ്കിൽ സാമൂഹിക ഘടന വേണം എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്ന സമ്മേളനമാണ് ഏതാണ്? ആവടി സമ്മേളനം. ആവടി സമ്മേളനം നടന്ന വർഷം 1955. എവിടെ നടന്നു? തമിഴ്നാട്ടിലാണ് നടന്നത്. അധ്യക്ഷൻ UN ദബ്ബാർ. പ്രത്യേകത, ഇന്ത്യക്ക് സോഷ്യലിസ്റ്റ് സാമൂഹിക ഘടന എന്ന പ്രസിദ്ധമായ കോൺഗ്രസ് നയരൂപവൽക്കരണം നടന്നത് ഏത് സമ്മേളനത്തിലാണ്? ആവടിയിലാണ്. 1959 സമ്മേളനം നടന്നത് നാഗ്പൂർ ആണ്. ഇതിന്റെ അധ്യക്ഷനാണ് ഇന്ദിരാഗാന്ധി. 59
നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഇന്ദിരാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പഠിച്ചു വാനി ബെസന്റ്. രണ്ടാമത് ആരാണ്? സരോജിനി നായിഡു. മൂന്നാമത് നെൽസൺ ഗുപ്ത. ഓക്കെ, ഇവിടെ നാലാമത് നമ്മൾ പഠിക്കുന്നു ആരാണ്? ഇന്ദിരാഗാന്ധി. പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. 1985 സമ്മേളനം നടന്നത് ബോംബെ. ഈ ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് രാജീവ് ഗാന്ധി. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത 1985 കോൺഗ്രസിന്റെ എത്രാമതായിരിക്കും? 100ാമത് വാർഷിക സമയത്തെ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചു. അതിന്റെ 100ാം വാർഷികം ആചരിച്ചത് 1985. 1997 കൊൽക്കത്ത സമ്മേളനം. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് സീതാറാം കേസരി. പ്രത്യേകത ശ്രദ്ധിച്ചേ, 1985 കോൺഗ്രസിന്റെ 100ാമത് വാർഷിക സമ്മേളനം എന്ത് ചെയ്തു? നടന്നു. ഈ സമ്മേളനത്തിന് ശേഷം നടന്ന ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണ് 1997 സമ്മേളനം. ഓക്കെ, 97 സമ്മേളനം നടന്നത് കൊൽക്കത്തയിലാണ്. ഇതിന്റെ അധ്യക്ഷനാണ് സീതാറാം കേസരി. 1998 മുതൽ 2017 വരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക, കൊൽക്കത്ത സമ്മേളനം. ഈ സമ്മേളനം നടന്നത്, സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് സോണിയാഗാന്ധി. സോണിയാഗാന്ധി INCയുടെ പ്രസിഡന്റായ സമ്മേളനത്തിന്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തിയാണ്. ആരാണ്? നമ്മുടെ സോണിയാഗാന്ധി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഒരിക്കൽ കൂടെ 1998 മുതൽ 2017 വരെ കൽക്കട്ടയാണ് സമ്മേളനം. അവിടെ തന്നെയാണ് സമ്മേളനം നടന്നത്. ഓക്കെ, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? സോണിയാഗാന്ധി. പ്രത്യേകത ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയത് ആരാണ്? ഈ നമ്മുടെ സോണിയാഗാന്ധിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നന്നായിട്ട് കാര്യങ്ങളെല്ലാം പഠിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.